മലയാളിയടക്കം 6 മാവോയിസ്റ്റുകൾ കർണാടകയിൽ കീഴടങ്ങുന്നു. വയനാട് തലപ്പുഴ സ്വദേശി ജിഷ അടക്കം 6 പേരാണ് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കീഴടങ്ങുക. സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് എന്ന സംഘടനയുടെ മധ്യസ്ഥതയിലാണ് കർണാടക സർക്കാരുമായി ചർച്ച നടത്തിയത്. സായുധ വിപ്ലവം വിട്ട് മുഖ്യധാരയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ജിഷ പറയുന്നു. ജിഷയുടെ പ്രതികരണം മീഡിയ വണ്ണിന് ലഭിച്ചു. അത് കാണാം. കുറേ വർഷങ്ങളായി മാവോയിസ്റ്റ് പാർട്ടി എന്ന സംഘടന വർക്ക് ചെയ്യാണ്. ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ കർണാടകയിലാണ് ഉള്ളത്. കർണാടകയിൽ ഇവിടെ മുഖ്യധാരയിലേക്ക് വന്ന് ലീഗൽ പോരാട്ടം ചെയ്യാനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല, ഇവിടുന്ന് വന്നതിന് ശേഷവും ഞാൻ സായുധ വിപ്ലവം വിട്ടു വരുന്നുണ്ടെന്നല്ലാതെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പോരാട്ടം തുടരും. ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ അവസാനം വരെ പോരാട്ടം ചെയ്യും. நான் பல வருஷங்களாக தமிழ்நாடு, கேரளா, கர்நாடகா வனப்பகுதியில் ஆயுத போராட்டத்திலேருந்து மக்களுக்காக போராடிட்டு வந்திருந்தேன். இன்றைக்கி கேரளா இல்லை கர்நாடகாவிலேருந்து நான் இந்த விஷயத்தை நான் ஜனங்களுக்காக பேசுகிறேன். இதில் முதல் விஷயம், நாங்கள் இத்தனை நாள் போராடி இருந்த ஆயுத போராட்டத்தை கைவிட்டுட்டு ஜனநாயக வழியான போராட்டத்துக்கு நாங்கள் இன்றைக்கி இறங்கி வந்திருக்கிறோம். രണ്ടാമത് കണ്ടത് കീഴടങ്ങുന്ന മാവോയിസ്റ്റ് വസന്തിന്റെ പ്രതികരണമാണ്. വസന്തും ജിഷയും അടക്കമുള്ള 6 മാവോയിസ്റ്റുകളാണ് ഇന്ന് കർണാടകയിൽ കീഴടങ്ങുന്നത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. അസ്ലം, ഏറെ നാളത്തെ ചർച്ചകൾക്കൊക്കെ ഒടുവിലായിരിക്കും ഇവരെ കീഴടങ്ങുക എന്നതിലേക്ക് പ്രേരിപ്പിച്ചത്. അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും കീഴടങ്ങുക? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? 6 മാവോയിസ്റ്റുകൾ കർണാടകയിൽ ഇന്ന് കീഴടങ്ങിയേക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കർണാടക സർക്കാർ അതോടൊപ്പം തന്നെ സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് എന്ന് പറയുന്ന സംഘടനയുടെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സായുധ പോരാട്ടത്തിൽ നിന്നും മാവോയിസ്റ്റുകൾ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുകയും ധാരണയാവുകയും ചെയ്തത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇന്ന് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ ഈ 6 മാവോയിസ്റ്റുകളും കീഴടങ്ങും. ഇതിൽ ഒരാൾ മലയാളിയാണ്, ജിഷ എന്ന് പറയുന്ന വയനാട് തലപ്പുഴ സ്വദേശിയായ ഒരാൾ. മറ്റൊന്ന് വസന്ത് എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശി. രണ്ടുപേരുടെയും പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ബാക്കി 4 പേരും കർണാടക സ്വദേശികളാണ്. ലത മുണ്ടഗരു, വനജാക്ഷി, സുന്ദരി, മാർപ്പ അറോളി, ഈ നാല് കർണാടക സ്വദേശികളും വസന്ത് എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയും ജിഷ എന്ന് പറയുന്ന മലയാളിയുമാണ് കീഴടങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കർണാടക കേരള അതിർത്തിയിലെ വനമേഖലയിലുള്ള മാവോയിസ്റ്റ് സാന്നിധ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കർണാടക വനമേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യം കുറച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി കർണാടക സർക്കാർ ഭാഗമായി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവരെ കണ്ടെത്താനും മറ്റുമൊക്കെ ഒരു കഴിഞ്ഞ വർഷം ഒരു എൻകൗണ്ടർ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരേ സമയം തന്നെ ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ഇവർക്ക് കീഴടങ്ങാൻ സന്നദ്ധമാണോ എന്ന കാര്യം കൂടി കർണാടക സർക്കാരിൻ്റെ ഭാഗമായി തന്നെ ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് എന്ന് പറയുന്ന സംഘടനയുടെ മധ്യസ്ഥയിൽ 6 മാവോയിസ്റ്റുകൾ കീഴടങ്ങൽ സന്നദ്ധത അറിയിച്ചത്. തുടർന്ന് അവരുമായിട്ടുള്ള വ്യത്യസ്തമായ ചർച്ചകൾ നടത്തുകയും അങ്ങനെ കീഴടങ്ങൽ ഏറെക്കുറെ ധാരണയാവുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചിക്കമംഗളൂരിൽ ഈ 6 മാവോയിസ്റ്റുകളും കീഴടങ്ങുന്നതിൽ മലയാളി കൂടിയുണ്ട്. അവരുടെ പ്രതികരണമാണ് നമുക്ക് വന്നത്. സായുധ വിപ്ലവം വിട്ട് ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇതുകൊണ്ട് തന്നെ നിയമപരമായും ജനാധിപത്യപരമായ പോരാട്ടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുമെന്നാണ് അതിൽ ജിഷ പറഞ്ഞിരിക്കുന്നത്. വസന്തും പറയുന്നത് അങ്ങനെയാണ്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പോരാട്ടം നടത്തി സായുധ വിപ്ലവം എന്ന് പറയുന്ന നിയമവിരുദ്ധമായ ആ ഒരു പ്രവർത്തനങ്ങളിൽ നിന്നും തങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നു. അതിന് സർക്കാരുകൾ പിന്തുണയ്ക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും കർണാടക സർക്കാർ സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് എന്ന് പറയുന്ന സംഘടനയുടെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചിരിക്കുന്നു. അവരുടെ കീഴടങ്ങാനുള്ള അനുവാദം അംഗീകാരം നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു പക്ഷേ കീഴടങ്ങൾ ഉണ്ടാവുക. ഇന്ന് എന്തെങ്കിലും സാങ്കേതിക തകരാർ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം മാറ്റിവെച്ചാലും അടുത്ത ദിവസം തന്നെ ഈ 6 പേരും കീഴടങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മേഖലയിലെ കർണാടക കേരള വന മേഖലയിലെ മാവോയിസ്റ്റ് ഭീഷണി തന്നെ
കുറയ്ക്കാൻ വലിയ തോതിൽ അവരുടെ കർണാടകയുടെ കണക്കനുസരിച്ചാണെങ്കിൽ നേരത്തെ ഒരാൾ കൊല്ലപ്പെട്ടതിന് ശേഷം ആകെ 7 പേര് മാത്രമാണ് കർണാടകത്തിൽ മാവോയിസ്റ്റുകളായിട്ടുണ്ട് എന്നാണ് കർണാടക പോലീസിന്റെ, കർണാടക സർക്കാരിന്റെ കണക്ക്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 6 പേരും കിടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു മാവോയിസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ഭീഷണി ഈ മേഖല കർണാടക കേരള വനാതിർത്തിയിലെ മാവോയിസ്റ്റ് ഭീഷണിക്ക് ഏറെക്കുറെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു നീക്കത്തിന്റെ പ്രത്യേകത. മാത്രമല്ല അവരെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന് എൻകൗണ്ടർ നടത്തി കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് അവരെ കീഴടങ്ങാൻ വേണ്ടി ഒരു അവസരം നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് കൂടിയാണ്. എന്തായാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റുകളെ അവരുടെ സായുധ വിപ്ലവം വെടിഞ്ഞുകൊണ്ട് അവരെ ജനാധിപത്യ രീതിയിലേക്ക് അല്ലെങ്കിൽ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനെ ചർച്ചകൾ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വലിയ പ്രത്യാശ നൽകുന്ന വിവരമാണ് വന്നിരിക്കുന്നത്. ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ മാവോയിസ്റ്റ് ആക്രമണത്തിലടക്കം, അതായത് പോലീസുകാരും സാധാരണക്കാരും ഈ മാവോയിസ്റ്റുകളടക്കം 2800-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സായുധ വിപ്ലവം വെടിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് വരിക എന്നത്, അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക എന്നത് അത്രത്തോളം വളരെ പോസിറ്റീവായ കാര്യമാണ്. ഈ സിറ്റിസൺ ഇനീഷ്യേറ്റീവ് ഫോർ പീസ് എന്ന സംഘടനയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു അതിൽ? ഗൗരി ലങ്കേഷ് സ്ഥാപിച്ച ഒരു സംഘടനയാണ് സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ്. അവർ പല അർത്ഥത്തിലുള്ള പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉള്ള ആൾക്കാരുമായും അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കാര്യവും അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കർണാടക സർക്കാരിൻ്റെ വ്യത്യസ്തമായ നടപടികൾ, പ്രത്യേകിച്ച് അവിടുത്തെ മാവോയിസ്റ്റ് ശല്യം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഭീഷണി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് അവരുടെ തെരച്ചിലും അതോടൊപ്പം തന്നെ അവരെ കണ്ടുപിടിച്ച് അവരെ കീഴടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വശത്ത് നടക്കുന്നപ്പോൾ തന്നെ ഇതല്ലാതെ തന്നെ സായുധമായ നടപടികളിലൂടെ തന്നെ അവർ സ്വയം സന്നദ്ധരായി അവർ മുഖ്യധാരയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അതിനുവേണ്ടിയുള്ള അവസരം ഒരുക്കണമെന്നൊരു സമീപനം കൂടി കർണാടക സർക്കാർ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 6 പേർ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഓഫ് പീസുമായി കൈകോർക്കുന്നത്. അങ്ങനെയാണ് ദിവസങ്ങൾ നീണ്ട, ഒരുപക്ഷെ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു മാവോയിസ്റ്റ് ഭീഷണി സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം, ഒരുപാട് സർക്കാരിനെ സംബന്ധിച്ചുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം വലിയ തോതിൽ ഫണ്ടും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭീഷണിയൊക്കെ തന്നെ ഉള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങി വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മേഖലയിലെ വലിയ ഭീഷണി തന്നെ ഒരുപാട് ആൾക്കാരെ, ഒരുപാട് പോലീസ് വിഭാഗത്തെയൊക്കെ തന്നെ നിയോഗിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയിൽ ആ ഒരു